സുഹൃത്തുക്കളെ, വളരെ ഭംഗിയുള്ള ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. മൂത്രമൊഴിക്കാൻ മുട്ടി വന്നതാണ്, പക്ഷേ ഭയങ്കര ആൾക്കാർ. ഇത് ചമ്മന്തട്ട എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കേച്ചേരി വഴി നമ്മൾ വരുമ്പോൾ കിട്ടുന്നൊരു വഴി കേട്ടോ. അവിടെ കിട്ടില്ലം പ്ലേസ് ആണ്. ഫുള്ള് കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ വയൽശേഖരം, നല്ല അടിപൊളിയാണ്. നല്ല കിട്ടിലെ മഴ ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷയം അതൊന്നുമല്ല. ഇവിടെ കോഴിക്കോടുള്ള ബാലുശ്ശേരിയിലുള്ള ഒരു പെണ്ണ്, ഷഹല എന്ന് പറയുന്ന പെണ്ണ്, സ്വന്തം ഭർത്താവിനെയും അതുപോലെ കുഞ്ഞിനെയും, അല്ല, കുഞ്ഞിനെ കൊണ്ടുപോയി, കുഞ്ഞിനെ ഇപ്പം ഭർത്താവിന് തിരിച്ചു കിട്ടി. ഈ ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് നന്മകൾ മാത്രമേ പറയാനുള്ളൂ. എന്താടേ, ഒളിച്ചോടി പോയി നന്നായി, കിട്ടാത്ത സുഖം തേടി പോയതല്ലേ, ഭർത്താവിനെ കൊണ്ട് ഒന്നും കഴിയാത്തോണ്ട് പോയതല്ലേ, എന്തുവാ നിങ്ങൾ എന്തീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് കയ്യിൽ നിന്ന് പൈസയും കൊണ്ടുപോയിണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, സ്വർണം കാര്യങ്ങളൊക്കെ. അതൊക്കെ വ്യക്തമായിട്ട് എന്തായാലും അറിയും. കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കോടതിയിൽ വെച്ചോ ഈ ഒരു സ്ത്രീയുടെ വീട്ടുകാരുടെ കൂടെ പോവുകയും കുഞ്ഞിനെ ഭർത്താവിന് തിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ റാഫി എന്ന് പറയുന്ന ഒരു കൂതറയില്ലേ, ഈ കൂതറ സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളൊക്കെ തല്ലുന്ന ഒരു വൃത്തികെട്ടവനാണത്രേ. അവന്റെ കയ്യിൽ നിന്നും ഷെഹലക്ക് നല്ല തല്ല് കിട്ടിയെന്നാ പറയുന്നത്. അലി മണിക്കോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കി നിങ്ങള്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു, അവന്റെ കൂടെ പോയി നല്ല പോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവര് നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ, ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ, ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവര് എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയില് വരെ ഉണ്ടാവില്ല. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവഴിയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. കേട്ടില്ല നിങ്ങള്? ഈ റോട്ടിൽ കൂടെ പോണ വാഹനങ്ങളുടെ ശബ്ദം കേൾക്കാണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ സ്ഥലം കണ്ടപ്പോ വീട്ടിലെത്തുന്നതിന് മുന്നേ ആ വീഡിയോ ഇവിടുന്ന് എടുക്കാന്ന് വിചാരിച്ചെടുത്തതാണ്. നല്ലൊരു പരിപാടിയാണല്ലോ ഈ ഒളിച്ചോട്ടൊക്കെ. സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ നാണം കെടുത്തിയിട്ട് ഇങ്ങനെ പോവാന്നൊക്കെ പറയുമ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അംഗീകരിക്കണം എന്നൊക്കെയാണ് ചില ആളുകൾ കമന്റ് ബോക്സിൽ പറയുന്നത്. ഈ ഒളിച്ചോട്ടം വരുമ്പോ എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾക്ക് റീച്ച് എന്ന് മനസ്സിലായില്ലേ? ഇതാണ് ആളുകൾക്ക് ക്യൂരിയോസിറ്റി. സ്വന്തം ഭാര്യ, പെങ്ങള്, അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ മക്കളെയും എല്ലാവരും ഉപേക്ഷിച്ച് അങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അല്ലെ, കിട്ടിലെ മഴ ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ബാക്കിലുണ്ടില്ലേ, നല്ല കിടിലൻ്റെ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കേണ്ടതുള്ളതാണ്. അപ്പൊ ഷെഹലയെ ന്യായീകരിക്കുന്ന ആളുകളോട് നിങ്ങളുടെ ലൈഫിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളാം, ഈ തല കീഴായി വേണമെങ്കിൽ പ്രാർത്ഥിച്ചോളാം, നിങ്ങളുടെ ആരുടെയും ഭാര്യമാർ ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ശരിയാവൂലടോ. കുറെ ആളുകൾ ഇതിങ്ങനെ പ്രാവുന്ന്, നിനക്കത് വരട്ടെ, നിന്റെ ഭാര്യക്ക് അത് സംഭവിക്കട്ടെ, ഇത് നല്ല കാര്യമാണ്, ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊരു പാടാണ്. ഇത്തരം ഒളിച്ചോട്ട കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ ഭാര്യ പോവാതിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കും, നമ്മുടെ ഭർത്താവ് അങ്ങനെ പോവാതിരിക്കാനുള്ള പണിയെടുക്കും. ഇത്രയേ ഉള്ളൂ. പക്ഷെ എത്രത്തോളം തടഞ്ഞാലും ഇതൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല.
മനുഷ്യനുണ്ടായ കാലം മുതലേ അവിഹിതമുണ്ട്. ഈ പ്രണയം, കാമം, മറ്റേ സാധനം, മറിച്ച സാധനമൊക്കെ അത് കാലങ്ങളായിട്ട് ഉള്ളതാണ്. ഒന്നിട്ട് കേറി കെട്ടട്ടോ. ഉറുമ്പുണ്ടോ സംശയമുണ്ട്. സംശയമല്ല, നല്ല കിഡിലും കടി കിട്ടി എന്റെ പൊന്നെ. അത് ട്രൗസറിന്റെ ഉള്ളിൽ കൂടെ, സോറി പാന്റിന്റെ ഉള്ളിൽ കൂടെ കയറി വന്നിരുന്നെങ്കിൽ 100 പുണ്യാഹം കളിക്കേണ്ട അവസ്ഥ വന്നേനെ എന്നുള്ളതാണ്. നല്ല കട്ടുറുമ്പാണ്, നല്ല കിട്ടില്ല കട്ടുറുമ്പാന്നുള്ളതാണ്. അപ്പോ ഓരോ മനുഷ്യന്മാരുടെ ലൈഫിലേക്കും അങ്ങനെ ഓരോരോ കട്ടുറുമ്പുകൾ കയറി വരും. നമ്മളെ പാലേ തേനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ കൂട്ടിയിട്ട് അവസാനം എന്താക്കും, അങ്ങ് മൂഞ്ചിക്കും എന്നുള്ളതാണ്. സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല സുഖം അവിടെ നിന്ന് കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അവന്റെ സുഖവും അവന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവൻ അങ്ങനെ വിടും. 3 മക്കളെയും ഭാര്യയെ നോക്കാത്തവനാണ് മറ്റൊരുവന്റെ കുഞ്ഞിനെ നോക്കാൻ പോണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഷെഹലക്ക് നല്ല തല്ല് കിട്ടി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്രത്തോളം സത്യസന്ധമായ കാര്യമാണെന്ന് ഒരു പിടിയില്ല. കാരണം ഓരോ ആളുകളും ഈ ഒരു വിഷയം വളച്ചൊടിച്ച് ഏതോ ഒരു ദിശയിലേക്ക് പോകുന്നതൊക്കെ കാണുന്നുണ്ടെന്നുള്ളതാണ്. ചില ആളുകളൊക്കെ തമ്പനയിലുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങൾ എന്നുള്ളതാണ്. ഞാനും തമ്പനയിലുമായി ബന്ധമില്ലാത്ത പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് കുറച്ച് കൂടുതലാണെന്നുള്ളതാണ്. ജനങ്ങളുടെ ക്യൂരിയോസിറ്റി മനസ്സിലാക്കിയിട്ടേ കുറച്ച് ഭാഗം കറക്റ്റ് ആയിരിക്കും. പിന്നെ ഏതെങ്കിലും ഷോർട്ട് ഫിലിമോ ഏതെങ്കിലും ആൽബത്തിലെ കഷ്ണങ്ങളൊക്കെ കൊടുത്തിട്ടിട്ട് എന്തായാലും എനിക്ക് അങ്ങനെ കഞ്ഞി കുടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല അല്ലേ? അപ്പോ എന്റെ പൊന്നു മക്കളെ, വീട്ടില് ഭാര്യയാണെങ്കിലും അതേപോലെ തന്നെ ആരെയാണെന്നുണ്ടെങ്കിലും സ്നേഹിക്കുക. ആ സ്നേഹത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, അത് കറക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മൂഞ്ചും. അത്രേ ഉള്ളൂ. ആ ചെങ്ങായി മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ അയച്ചു കൊടുത്ത പൈസ മൊത്തം ഓളെ അടിച്ച് തിന്നും ആക്കിയിട്ട് അവസാനം ഏതോ ഒരുത്തന്റെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞപ്പോൾ അവൻ സങ്കടം ശരിക്കങ്ങ് മുതലെടുത്ത് സങ്കടം അങ്ങ് റെഡിയാക്കി കൊടുത്തു. അവസാനം ഒറ്റ പോക്ക് ആ പരിപാടി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവസാനം അങ്ങോട്ട് ഒരു വഴിയാക്കി എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം. ഞാൻ ഈ വഴി ഇങ്ങനെ കണ്ടപ്പോഴേ പെട്ടെന്ന് തോന്നി ഇവിടുന്ന് ആ വീഡിയോ അങ്ങ് ചെയ്യാന്നുള്ളത്. ഞാൻ കാണിച്ചു തരട്ടെ. നല്ല ഭംഗിയുള്ള റോഡാണ്. കണ്ണത്താ ദൂരത്ത് നീണ്ടു കിടക്കണ റോഡ്, നല്ല കിട്ടില്ല റോഡ്. ഈ സൈഡില് ഓ അടിപൊളി. എന്തായാലും ഒളിച്ചോട്ടത്തിനെ കുറിച്ച് പറയാൻ പറ്റിയ സ്ഥലമാണ്. ഓടിയ ആ കണ്ടം മുതല് ആ കണ്ടം വരെ ഓടാൻ പറ്റും. കണ്ടം വഴി ഓടിക്കാറില്ലേ, OMKV ഓടട മീനെ കണ്ടം വഴി, അതേപോലെ. അപ്പോൾ ഒളിച്ചോടാൻ പോകുന്ന ആളുകൾ മുന്നേ ഇത്തരം ഒളിച്ചോട്ട വീഡിയോസ് ഒക്കെ കാണുക. സമൂഹത്തിന് മുന്നിൽ നന്മയില്ല, ഇതൊക്കെ തിന്മയാണ് എന്നും ഇത് നാണക്കേടാണ് എന്നും ഒരിക്കലും നെറ്റിയിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പേരായിട്ട് അത് മാറുമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം. അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഷഹല മോളെ, എന്തായാലും ഇപ്പൊ വീട്ടിൽ പോയിട്ടല്ലേ നിൽക്കണത്, അവിടെ തന്നെ അങ്ങ് കൂടുക. പിന്നെ റാഫി മോനെ സ്വന്തം ഭാര്യയും മക്കളെയും നോക്കാൻ കഴിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം കേട്ടോ. നിന്നെ നാട്ടുകാരെന്താക്കുന്നൊന്നും എനിക്കറിയില്ല. നല്ലൊരു പേരും ഇതൊക്കെ എനക്ക് അവിടെ ഉണ്ട് എന്നും കൂടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒക്കെ പടച്ചോൻ കാണുന്നുണ്ട്. പടച്ചോന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടും. അതേപോലെ നാട്ടുകാരെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയാ മടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചോ. ചിലപ്പോൾ പലിശ സഹിതം ആരെങ്കിലൊക്കെ തരും. നല്ലൊരു പേരും വെച്ചിട്ട് നടക്കുക ആറി. മുഹമ്മദ് റാഫിയാണ് അത്ര, മുഹമ്മദ് റാഫി. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് വടപ്പാൾ സൈനിങ് ഓഫ്.